GT എഡ്യൂക്കേഷൻ്റെ മറ്റൊരു വീഡിയോയുമായിട്ട് സ്വാഗതം. നമ്മൾ ഇംഗ്ലീഷ് സ്പീക്കിംഗ് ടെക്നിക്സ് ആണ് പറയുന്നത്. അതിൽ WH ക്വസ്റ്റ്യൻസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് യൂസേജ് ഓഫ് ഹൗ എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം എങ്ങനെ എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഹൗ ആർ യു, നിനക്ക് എങ്ങനെയുണ്ട്? ഹൗ ഈസ് യുവർ ഹെൽത്ത് നൗ, നിങ്ങളുടെ ഹെൽത്ത് എങ്ങനെയുണ്ട്? ഹൗ ഈസ് യുവർ എക്സാം, നിങ്ങളുടെ എക്സാം എങ്ങനെയുണ്ട്? വളരെ സിമ്പിളാണ്. ഹൗ എങ്ങനെ എന്ന് ആഡ് ചെയ്തിട്ട് ചോദിക്കാം. ഹൗ ഈസ് ദ ഫുഡ് എങ്ങനെയുണ്ട്? ഹൗ ഈസ് യുവർ എക്സാം, നിങ്ങളുടെ എക്സാം എങ്ങനെയുണ്ട്? അപ്പോൾ ഇങ്ങനെ നമുക്ക് ഹൗ വെച്ച് ആഡ് ചെയ്യാം. അപ്പോൾ ഹൗവിൻ്റെ മറ്റു പ്രയോഗമാണ് ഹൗ അബൌട്ട് യു. നമുക്ക് ഹൗ ആർ യു ചോദിക്കുന്ന പോലെ തന്നെ നമുക്ക് ഒരാളുടെ ഹൗ അബൌട്ട് യു എന്ന് ചോദിക്കാം. നിനക്ക് എങ്ങനെയുണ്ട്? പിന്നെ ഹൗവിൻ്റെ കൂടെ വേറെ കുറച്ച് വാക്കുകൾ ആഡ് ചെയ്താൽ അതിൻ്റെ മീനിങ് വ്യത്യാസം. ഹൗ മെനി ഫിംഗേഴ്സ് ഡു യു ഹാവ്? ഹൗ മെനി എന്ന് വെച്ചാൽ എത്ര എന്ന് ചോദിക്കുന്നതിന് നിങ്ങൾക്ക് ഹൗ മെനി ഫിംഗേഴ്സ് ഡു, നിങ്ങൾക്ക് എത്ര വിരലുകളുണ്ട്? ഹൗ മെനി കാർസ് യു ഹാവ്? ഹൗ മെനി സിബ്ലിങ്സ് യു ഹാവ്? നിങ്ങൾക്ക് എത്ര ബന്ധുക്കളുണ്ട്? അതുപോലെ തന്നെ അപ്പോൾ ഹൗ മെനി എന്ന് വെച്ചാൽ എത്ര. ഇനി പൈസേനെ കുറിച്ച് ചോദിക്കുന്നത് ഹൗ മച്ച്. നമ്മൾ വാട്ട് നേരത്തെ ഡിസ്കസ് ചെയ്തത് വാട്ട് ഈസ് എ കോസ്റ്റ് എന്ന് പറഞ്ഞു. അതുപോലെ നമുക്ക് ഹൗ മച്ച് മണി ഡു യു സ്പെൻഡ് എവറി ഡേ, നിങ്ങൾ എല്ലാ ദിവസവും എത്ര പൈസ ചിലവഴിക്കും? ഹൗ മച്ച് മണി. അല്ലെ ഹൗ മച്ച് ഇറ്റ് കോസ്റ്റ് എന്നൊക്കെ നമുക്ക് ചോദിക്കും. ഹൗ മച്ച് എത്ര പൈസ എന്നുള്ളത്. ഇനി ഹൗ ലോങ് എന്ന് വെച്ചാൽ എന്താ, എത്ര നേരം. ഹൗ ലോങ് ഡു യു വെയിറ്റ് ഹിയർ, നിങ്ങൾ എത്ര നേരമായിട്ട് ഇവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്? ഹൗ ലോങ് ഇറ്റ് വിൽ ടേക്ക് ടു റീച്ച് ഫ്രം കൊച്ചി ടു ട്രിവാൻഡ്രം, കൊച്ചി ടു ട്രിവാൻഡ്രം വരെ പോകാനായിട്ട് എത്ര നേരം എടുക്കും? അപ്പോൾ അവിടെ ഹൗ ലോങ്, എത്ര നേരം എന്നുള്ളത് നമുക്ക് ഹൗ ലോങ്, ഹൗവിൻ്റെ മറ്റു പറയാം ഹൗ ലോങ്. ഈ ഹൗ ഫാർ എന്ന് വെച്ചാൽ എത്ര അകലം. ഹൗ ഫാർ ഈസ് യുവർ സ്കൂൾ ഫ്രം യുവർ ഹോം, നിങ്ങളുടെ വീട്ടിൽ നിന്ന് എത്ര അകലെയാണ് നിങ്ങളുടെ സ്കൂൾ എന്ന് പറയുന്നത്. ഹൗ ഫാർ ഈസ് കൊരട്ടി ഫ്രം ചാലക്കുടി, ചാലക്കുടി തമ്മിലുള്ള ദൂരം എത്രയാണ്? ഹൗ ഫാർ ഈസ് ഇന്ത്യ ഫ്രം പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള അകലം എത്ര? ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ ഹൗ ഫാർ ഉപയോഗിക്കാം. ഇതാണ് ഹൗവിൻ്റെ യൂസേജസ്. വളരെ സിമ്പിളാണ്. നമ്മുടെ WH ക്വസ്റ്റ്യൻസ് പോലെ ഹൗ പറഞ്ഞ് നമുക്ക് ഈസി ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാം. അതുപോലെ തന്നെ ഇത് നമ്മൾ ഇവിടെ ക്വസ്റ്റ്യൻസ് ഫുള്ളായിട്ട് എഴുതിയിരിക്കുന്നു ഗ്രാമാറ്റിക്കലി. ആസ് യു നോ, ഫോർ സ്പീക്കിംഗ് ഗ്രാമർ ഈസ് നോട്ട് നീഡഡ്. ഓക്കെ, അപ്പോൾ ഗ്രാമറിനെ കുറിച്ച് ബോധർ ചെയ്യേണ്ട കാര്യമില്ല. നമുക്ക് വേർഡ്സ് അറിഞ്ഞ് നമുക്ക് ഈസി ആയിട്ട് സംസാരിക്കാം. അപ്പോൾ മറ്റു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. ഇനി നമുക്ക് വളരെ പവർഫുൾ ആയിട്ടുള്ള സിമ്പിൾ ടെക്നിക്സുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.